റേഷൻ കടക്കാർ നാളെ ആഹ്വാനം ചെയ്ത സൂചനാ സമരത്തിൽ നിന്നും ഒരു വിഭാഗം വിട്ടുനിൽക്കുമെന്ന് അറിയുന്നു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനാണ് സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. മന്ത്രി GR അനിൽ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് ഇവരൊക്കെ. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതനം അനുവദിക്കുക, ഓണക്കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച ഉത്സവ ബത്ത അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി നാളെ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിൽ നിന്നും ഒരു വിഭാഗം പിന്മാറിയിരിക്കുകയാണ്. അതായത് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനാണ് ഈ സൂചനാ പണിമുടക്കിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. ഈ സംഘടന പറയുന്നതനുസരിച്ച് നിലവിൽ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള GR അനിൽ 20-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ച നടക്കാനിരിക്കും ഇത്തരത്തിലുള്ള സമരപ്രഖ്യാപനം വേണ്ടതില്ല എന്നതാണ് ഈ സംഘടന പറയുന്നത്. അതുകൊണ്ട് സമരത്തിൽ നിന്നും പിന്മാറി നാളെ സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് ഈ സംഘടന ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും നാളെ അടഞ്ഞു കിടക്കും. സൂചനാ സമരത്തിൽ തീരുമാനമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ആ സമരപ്രഖ്യാപനത്തിലാണ് ഒരു ഭിന്നതയുണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ സംഘടന, അതായത് റേഷൻ സ്റ്റേറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ നാളെ റേഷൻ കടകൾ തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.